ആഫിയെ ആഫിയെ ആഫി കുട്ട വല്യമ്മ അങ്ങനെ വിളിച്ചല്ലേ ഇമ്മു ആഫി കുട്ട ആഫി കുട്ടനെ കൊടുത്തു മുമ്പത്തെ ഗേൾഫ്രണ്ടുമായിട്ട് ബ്രേക്കപ്പ് ആവാനുള്ള റീസൺ എന്താ? അതിനെനിക്ക് എക്സ് ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. സോറി, എക്സ്പീരിയൻസ് ഇല്ലാത്തവരോട് എനിക്ക് താല്പര്യമില്ല. ഗേൾഫ്രണ്ടിനെ പറ്റിയുള്ള എക്സ്പെക്ടേഷൻ കൊള്ളാൽ ഇവൻ ഡേറ്റിങ്ങിന് പറ്റിയത് തന്നെ. അതൊക്കെ പോട്ടെ, നിന്റെ സിവിൽ സ്കോർ ഒന്ന് കാണിക്കും. മുഖത്തിന് നല്ല ക്ഷീണമുണ്ടല്ലോ, മുഖം ഒന്ന് കഴുകി കാണിച്ചു തരാമോ? വേണ്ട, കോംപ്രമൈസ്. നീ പൊടി ഉപയോഗിക്കടാ? ഏത് പൊടി? അമൃതം പൊടി. അമ്മയാണെങ്കിൽ കൊണ്ടുണ്ടാക്കി തരണം. കല്ല്, സിഗരറ്റ്, ചാരായം ഇതൊക്കെ ഉപയോഗിക്കോ? നേരാവണ്ണം ആഹാരം വാങ്ങിച്ച് കഴിക്കാനുള്ള പൈസ ഇല്ല. അപ്പോഴാണ് ഈ കല്ലും പുല്ലുമൊക്കെ. എനിക്ക് നെഞ്ചിലുള്ള വിശ്വാസം എന്താണെന്ന് അറിയാമോ? നീ 90s കിഡാണ്. എന്നാ പിന്നെ കഴിച്ചിട്ട് ബാക്കി വിഷമം പറയാമല്ലേ? വിനായക ഒന്ന് ഓർഡർ ചെയ്തേ. എന്റെ ഫോണിൽ ചാർജ് ഇല്ല. അല്ലെന്ന് ഓർഡർ ചെയ്യും. എന്റെ ഫോണിൽ നെറ്റ് ഇല്ല. അജിൻ ജയ്. എന്റെ ഫോണില്ല. ഈ വർഷം എന്റെ ആവുന്നതോടുകൂടി നിങ്ങളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ. എന്താണ്? ഹാപ്പി ന്യൂ ഇയർ. ഡ്രസ്സിംഗ് ശ്രദ്ധിച്ചാൽ നമുക്ക് എവിടെയും വിലയും കിട്ടും. ഡ്രസ്സിംഗ് ആണ് നമ്മൾ മെയിൻ ആയിട്ട് നോക്കാനുള്ളത്. എപ്പോഴും അത് കീപ്പ് ചെയ്യണം. ആറ്റിറ്റ്യൂഡുള്ള പെണ്ണിനെ എങ്ങനെ സെറ്റ് ചെയ്തു ബ്രോ ഒരു പെണ്ണിനെ വളയ്ക്കാൻ വേണ്ടിട്ടേ ഒരു ആന്റെ അടുത്ത് ഒന്ന് അഡ്വൈസ് ചോദിക്കും. പെണ്ണിനെ വളയ്ക്കാൻ വേണ്ടി പെണ്ണിന്റെ അടുത്ത് തന്നെ അഡ്വൈസ് ചോദിക്കും. ബ്രോ ഞാനുണ്ടല്ലോ ബ്രോ, ഒന്ന് ചിരിച്ചു കാണിച്ചാണ്ടല്ലേ മാലം മുഷ്ടിക്കാൻ വന്നേന്ന് പറഞ്ഞാൽ മണിക്കൂർ ഓടിക്കളെ. പ്രണയ ജോഡികളായാൽ എന്താ, 6 ജന്മം ഒരുമിച്ച് ജീവിക്കാനുള്ള സൗഭാഗ്യം കിട്ടിയിരിക്കുന്നു. 15-ാം തീയതി ശുഭമുഹൂർത്തം ഉണ്ട്. നോക്കിയാലേ നമുക്ക്. 15-ാം തീയതി എനിക്ക് പറ്റൂലേ? എനിക്ക് മറ്റേ ഷാമിന്റെ ബാച്ചലർ പാർട്ടിക്ക് പോകണം. ഇയാളുടെ കൂട്ടോടെ ബാച്ചലർ പാർട്ടിക്കും എല്ലാം കറങ്ങാനും പോവാം. അവനെ കാണാൻ കഴിക്കാൻ മാത്രം സമയമില്ലല്ലേ? 6 ജന്മം പോയിട്ട് 6 സെക്കൻഡ് ഇതൊക്കെ ഒരുമിച്ച് ജീവിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ അടിച്ചു വരും. നോക്കി എവിടെ പോയാലും ഞാൻ നിന്നില്ലേടി ഫോണിൽ വിളിക്കും. എന്നാ നിങ്ങൾ ഫോൺ വഴി ഞാൻ കെട്ടിക്കൂ. ഈ ജന്മത്തിലല്ല, അടുത്ത 5 ജന്മത്തിൽ ആ പട്ടിയുടെ മോന്തോടെ കല്യാണത്തിൽ പങ്കെടുപ്പിക്കും. നമുക്ക് മാർച്ച് 27 മുഹൂർത്തോട്ട് നോക്കിയാലേ? ഒന്നും നടക്കത്തില്ല കേട്ടോ. അന്ന് എമ്പുരാൻ സിനിമ ഇറങ്ങുന്ന ദിവസം. അന്ന് 28 അയ്യോ, അന്ന് എന്റെ ഗെറ്റ് ടുഗദർ, അന്ന് എന്റെ മോന്റെ കല്യാണം നടത്തിയാൽ എനിക്ക് പറ്റത്തില്ല. എന്റെ അളിയൻ വല്ല ശ്മശാനത്തിൽ എങ്ങാണാണ് ഗെറ്റ് ടുഗദർ ആഘോഷിക്കാൻ പോകുന്നത്. അളിയന്റെ കൂടെ പഠിച്ചവരൊക്കെ ചത്ത് അവിടെ പോയി ഒറ്റയ്ക്ക് ഇരിക്കേണ്ടി വരും. ഒരു കമ്പിളി പുതപ്പ് ഇട്ടോണ്ട് വന്നാൽ ഇരിക്കുക. ഇതിങ്ങനെ നീട്ടിക്കൊണ്ടുപോകാൻ പറ്റത്തില്ല. എനിക്ക് വലിച്ചോണ്ടിരി. മാർച്ച് 29 എനിക്ക് ഓക്കെ. അല്ല, എനിക്ക് പറ്റത്തില്ല. എന്റെ കൂട്ടുകാരുടെ പ്രസവമാണ്. എന്ത് പാടേത്? ഓഗസ്റ്റ് 15 അങ്ങ് വെക്ക്. അതാകുമ്പോ എല്ലാരും ഫ്രീ ആയിരിക്കും. ഫ്രീഡം കിട്ടിയ ദിവസമല്ലേ അത്? എന്നാ ഞാൻ അവിടെ ഇരിക്കുന്നില്ല, നിങ്ങൾ തന്നെ ഉണ്ടാക്കി പറഞ്ഞു പറഞ്ഞാൽ മതി. അല്ല, ഇത് ബ്രാൻഡഡ് ആണേ. സെയിം ആണല്ലോ നമുക്ക്. പക്ഷെ അന്ന് നമ്മൾ അവിടെ പോയപ്പോ അവിടെ നല്ലൊരു വാച്ച് ഉണ്ടായിരുന്നേ. ഇപ്പൊ ആവശ്യമില്ല, അതാ പറ്റിപ്പോയത്. അതെ, ഡബിൾസൊക്കെ എടുത്തിട്ട് ഇടയ്ക്കൊന്ന് വർക്കൗട്ട് ചെയ്യണം കേട്ടോ. ചേച്ചി ഇവിടെ എങ്ങനെ വന്നേ? വെയിറ്റ് കുറയ്ക്കാൻ വന്നപ്പോ എത്രയായിരുന്നു വെയിറ്റ്? 54. ഇപ്പോഴോ? 64. Restaurants in the urban station like yesterday night for the Muslim roads in South Islam. Very Islam, eyes are red, cheeks are blue, Islam, messy hair and Kanjav wrong. കഞ്ചാവ് എന്താ നമ്മളെ ചിരിയും കറിയൊക്കെ ഇപ്പൊ നിൽക്കും. ചിരിയും കളി പെട്ടെന്ന് നിങ്ങൾ വിട്ട് പോവാന്നൊക്കെ പറയുമ്പോ എനിക്ക് നിങ്ങളെ ഉണ്ടായിരുന്നു. വീട്ടുകാര് പറയുമ്പോ പിന്നെ പോയിട്ട് വരാം, കാണാം. എവിടെയാടാ ആളെയാ പോണത്? ഞാനല്ലടാ, അവനാണ്ടാ പോണ. എടാ എവിടെയാടാ പോണത്? പാല് മേടിക്കാൻ.
ആ മെഷീനെക്കാട്ടിലും ഒച്ചണ്ടല്ലോ ബനി. പോത്തിനെ കട്ടച്ചു. ബാ 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 വരി. എടാ എല്ലാരും കൂടെ ഒറ്റയടിക്ക് ചെല്ലല്ലേ, ഉമ്മച്ചി പേടിക്കും. മെല്ലെ മെല്ലെ പോയാൽ മതി. കാരണം ഇവിടെ ഉമ്മച്ചി പറ്റത് 3 ഉള്ളൂ. വേഗം വരി. ഇത്രയും ആളെ ഉമ്മച്ചി പ്രതീക്ഷിക്കുന്നുണ്ടാവില്ല. ഇവിടെ വേറെ ആർക്കും ബാത്റൂമിൽ പോകും. എനിക്കറിയാൻ പോയ ചെറുക്കാനകത്ത് എന്താണ് ചെയ്യുന്നതെന്ന്. ഇതിനൊരു തീരുമാനം വേണം. നമുക്ക് ടോയ്ലറ്റിൽ പോകണം. ഇവര് മാത്രമുള്ള അതുകൊണ്ട് ചോദിക്കാൻ നീ അകത്ത് എന്ത് ചെയ്യായിരുന്നു? അകത്തെ നാളത്തെ ഉള്ളിക്കറിക്കുള്ള ഉള്ളി തൊലിക്കായിരുന്നു. വെച്ച് താമസിപ്പിക്കണ്ട. അകത്തേത് മുട്ടകൾ അവിച്ചു വെക്കും. ബേബി, ഇതാ ഞാൻ പറഞ്ഞ എക്കോ പോയിന്റ്. അവിടെ ഇത്ര പ്രത്യേകത. നമ്മള് സ്നേഹിക്കുന്ന ആളുടെ പേര് പറയണമെങ്കിൽ അവരെ സ്നേഹിക്കുന്ന ആളുടെ പേര് ഇവിടുന്ന് തിരിച്ചു പറയും. അപ്പൊ എന്റെ പേര് പറയായിരിക്കില്ലേ? ഏതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയേ. രേവതിയേ. കൺമൻ, ആദർശ്, അഭിഷേക്, അഭിലാഷ്, രാഹുൽ, വിഷ്ണു. ചേട്ടാ, എനിക്ക് ജോലി കിട്ടി ഒരു അമേരിക്കൻ കമ്പനിയില്. ആണോ? എന്താ? വീഡിയോ എഡിറ്ററായിട്ടാ. മാസം 1 ലക്ഷം രൂപ ശമ്പളം ഉണ്ട്. ഓ സൂപ്പർ. എന്താ എഡിറ്റിങ്? ഐ മീൻ വെഡിങ് ആണോ അതോ ഷോർട്ട് ഫിലിം ആണോ? എന്താ? അതൊന്നും അറിയത്തില്ല. പക്ഷെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്ന കമ്പനിയാന്നാ പറഞ്ഞേ. ഈ സാധാരണക്കാരായ കൃഷിക്കാര്, ഡ്രൈവർമാര്, പ്ലംബർമാര്, ഡോക്ടർമാര്, അവരൊക്കെ നമ്മുടെ ക്ലയൻസ് എന്ന് പറഞ്ഞേ. ഓ, അപ്പൊ സോഷ്യൽ സർവീസ് ചെയ്യുന്ന എന്തോ കമ്പനിയാണ്. ഇപ്പൊ ഞാൻ വരാം. ഇപ്പൊ വരാം. എന്തിനാണ് പ്രൊജക്ടറും ആൾക്കാരും ഒക്കെ? എനിക്ക് ജോലി കിട്ടുമല്ലോ പറഞ്ഞ് നാട്ടുകാരും വീട്ടുകാരൊക്കെ എന്നെ ഒരുപാട് കളിയാക്കിയല്ലേ. അതുകൊണ്ട് അവരെ മുമ്പ് വെച്ച് തന്നെ ഫസ്റ്റ് ഷോട്ട് എഡിറ്റ് ചെയ്യണമെന്ന് അച്ഛന് ഒരേ ഒരു വാശി. ഒരു ഫുട്ടേജൊക്കെ അയച്ചു തന്നിട്ടുണ്ട്. എനിക്കും ഉണ്ടടാ വാശി. നീ പോയി എഡിറ്റ് ചെയ്യും. നീ ആദ്യത്തെ ഷോട്ട് എഡിറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ അച്ഛൻ വികാരം കൊള്ളുന്നത് എനിക്ക് കാണണം. നീ ചെല്ലു. എടാ, നിന്റെ അമേരിക്കൻ കമ്പനിയുടെ പേരെന്ന് പറഞ്ഞേ. എനിക്ക് വാട്സാപ്പിൽ സ്റ്റാറ്റസ് ഇടാനാ. ഇഷ്ടപ്പെട്ട്. പിന്നെ ഇഷ്ടപ്പെട്ട് ബ്ലാക്ക്. ഓ, ഇത് ഞാൻ തേടി നടന്ന ആള്. നല്ല 4000 രൂപയ്ക്ക് തോക്കും കിട്ടും, ഉണ്ടയും കിട്ടും. അതിച്ചിരി കൂടുതലല്ലേ? പിന്നെ കൂടുതലാ. നല്ല 4000 രൂപ എടുത്ത് പടി വെക്കുന്ന. ഇതിപ്പോ വേറെ പല പഠിക്കാൻ പോകുന്നതായിരുന്നു. ഒരിക്കൽ എന്റെ വീടിന്റെ ഫ്രണ്ടിൽ കിടന്ന് എനിക്ക് 500 രൂപ കിട്ടിയ എന്റെ തർക്കം ഇതുവരെ തീർന്നിട്ടില്ല. അച്ഛന്റെ ആണോ എന്റെ ആണെന്ന് അറിയാതെ അദ്ദേഹത്തിന്റെ മുന്നിൽ ഇരുന്നാണ് 25 പവൻ ചോദിച്ചത്. അദ്ദേഹം ഒന്ന് പാന്റാണ് ഇട്ടത്. കയ്യിലായിരുന്നു ഈ ഊരി വീശാനെല്ലാം കൂടെ. ഒരു 10 കിലോയെങ്കിലും വരും. എന്തോന്ന് 10 കിലോ? അല്ല, ഈ സ്വർണത്തിന്റെ വെയിറ്റ്. പാവട അവൻ വിചാരിച്ചത് നിന്റെ അച്ഛന്റെ സ്വർണത്തിന്റെ വെയിറ്റ് ആയിരിക്കും. ഞാൻ പോകുന്നു. ബൈ ബൈ.